മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ ആരൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. വെയിറ്റ്, ബലരാമനാണോ അതോ ബുദ്ധനാണോ? ബലരാമൻ ആദിശേഷന്റെ അവതാരമല്ലേ, വിഷ്ണുവിൻ്റെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബുദ്ധനാണോ മഹാവിഷ്ണുവിൻ്റെ അവതാരം? ഈ സംശയമൊക്കെ നമ്മളിൽ ചിലർക്കെങ്കിലും തോന്നിക്കാണും. ഭാരതത്തിന്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൂടുതലും ആളുകളും വിശ്വസിക്കുന്നത് ബലരാമനാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്നാണ്. പക്ഷേ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും കൂടുതലും അംഗീകരിക്കുന്നത് ശ്രീബുദ്ധനെയാണ്. ഓരോരുത്തരുടെയും വിശ്വാസങ്ങളല്ലല്ലോ, നമ്മളുടെ പുരാണങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ആദ്യം നമുക്ക് ബലരാമനിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ബലരാമൻ അനന്തനാഗത്തിന്റെ, അതായത് ആദിശേഷന്റെ അവതാരമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബലരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമല്ലേ? അപ്പോൾ ദശാവതാരങ്ങളുടെ പട്ടികയിൽ ബലരാമൻ എങ്ങനെ വന്നു? ബലരാമൻ ആരുടെ അവതാരമാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം ഒരേ സമയം മഹാവിഷ്ണുവിന്റെയും ആദിശേഷന്റെയും അവതാരമാണെന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നല്ലേ? നമുക്കെല്ലാം പരിചിതമായ മഹാവിഷ്ണുവിന്റെ ഈ ചിത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ ഇതൊരു സിംബോളിക് റെപ്രസെന്റേഷനാണ്. മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മാവിന്റെ ഈ ചിത്രവും ഇടതുവശം കാണിച്ചിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിന്റെ ചിത്രവും തമ്മിൽ എന്തെങ്കിലും ആശയപരമായൊരു സാമ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ബ്രഹ്മാവ് സൃഷ്ടിയും മഹാവിഷ്ണു സ്രഷ്ടാവുമാണ്. ഇവർ തമ്മിലുള്ള ബന്ധം കാണിച്ചിരിക്കുന്നത് സ്രഷ്ടാവിന്റെ നാഭിയിൽ നിന്നുണ്ടായ ഒരു താമരത്തണ്ടിലൂടെയാണ്. ഇതുപോലെ തന്നെയല്ലേ ഒരമ്മയും ഗർഭാവസ്ഥയിലുള്ള ഒരു ശിശുവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? അടുത്തതായി മഹാവിഷ്ണുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നീല നിറത്തിലാണ്. ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം അനന്തതയെ സൂചിപ്പിക്കാനാണ് നീലനിറം ഉപയോഗിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ നീലനിറം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പിനെയാണ്. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു സൂചിപ്പിക്കുന്നത് എല്ലാ സൃഷ്ടികൾക്കും സ്ത്രീയും പുരുഷനും ആവശ്യമാണ് എന്നുള്ളതാണ്. അതേപോലെ ആദിശേഷന്റെ ചുരുളുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ചാക്രികമായ സ്വഭാവത്തെ കാണിക്കാനാണ്. അനന്തൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അന്തമില്ലാത്തവനെന്നാണ്. അതായത് ചാക്രികമായ പ്രപഞ്ചങ്ങൾ നശിപ്പിക്കപ്പെട്ട ശേഷവും അവശേഷിക്കുന്ന ശക്തിയാണ് അനന്തൻ. അതുകൊണ്ടാണ് അനന്തനെ ആദിശേഷനെന്നോ ശേഷനാഗമെന്നോ വിളിക്കുന്നത്. ഈ രണ്ട് ഗുണങ്ങളും, അനന്തതയും ആദിശേഷതയും, മഹാവിഷ്ണുവിന്റെ വിശേഷണങ്ങൾ കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ മഹാവിഷ്ണുവും ആദിശേഷനും ഒരേ ശക്തി തന്നെയാണ്. ഞാനീ പറഞ്ഞതെല്ലാം വിഷ്ണു പുരാണത്തിലും ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലും രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ 117-ാം സർഗത്തിലുമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ബലരാമൻ ഒരേ സമയം വിഷ്ണുവിന്റെയും ആദിശേഷന്റെയും അവതാരമാണെന്നുള്ളതാണ്. ഇനി വിഷ്ണു പുരാണത്തിൽ ദശാവതാരങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: മത്സ്യ കൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണകൽക്കിർ ജനാർദ്ദന. ഇവിടെ 3 രാമന്മാരെ പറ്റി പറയുന്നുണ്ട്. ആരൊക്കെയാണ്? പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ. കൂടാതെ ബലരാമൻ ശ്രീഹരിയുടെ അവതാരമാണെന്ന് ഭാഗവതത്തിലും ശിവപുരാണത്തിലും ഹരിവംശത്തിലുമൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന മറ്റു ചില തെളിവുകൾ കൂടി പുരാണങ്ങളിലുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിച്ചു നോക്കാം. നമ്മളെല്ലാവരും ചതുർയുഗങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ എല്ലാ അവതാരങ്ങളും പ്രത്യക്ഷപ്പെടുന്നത് ഈ 4 യുഗങ്ങളിലായിട്ടാണ്. ഇതിൽ കൃതയുഗത്തിന്റെ കാലയളവ് 4800 ദേവവർഷങ്ങളാണ്. ഒരു ദേവവർഷം എന്നാൽ 360 മനുഷ്യവർഷങ്ങളാണ്. അതേപോലെ ത്രേതായുഗം 3600 ദേവവർഷങ്ങളും ദ്വാപരയുഗം 2400 ദേവവർഷങ്ങളും കലിയുഗം 1200 ദേവവർഷങ്ങളുമാണ്. ഇവിടെ 1200 ദേവവർഷങ്ങൾ കൂടുമ്പോൾ ഒരവതാരം എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ നമുക്ക് കാണാൻ കഴിയും. അതായത് കൃതയുഗത്തിൽ 4 അവതാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അതിനുശേഷം ത്രേതായുഗത്തിൽ 3 അവതാരങ്ങൾ: വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ. ദ്വാപരയുഗത്തിൽ 2 അവതാരങ്ങൾ: ബലരാമനും ശ്രീകൃഷ്ണനും. കലിയുഗത്തിൽ ഒറ്റ അവതാരമേ വരുന്നുള്ളൂ, കൽക്കി. ഈ ഒരു പാറ്റേൺ അനുസരിച്ച് ബുദ്ധൻ ഒരിക്കലും ദശാവതാരങ്ങളിൽ വരില്ല. കാരണം ബുദ്ധൻ പ്രത്യക്ഷപ്പെടുന്നത് കലിയുഗത്തിലാണ്. മറ്റൊരു തെളിവ് പറയുകയാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ എല്ലാ അവതാരങ്ങൾക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പുരാണം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് മത്സ്യാവതാരത്തിന് മത്സ്യപുരാണവും കൂർമാവതാരത്തിന് കൂർമ്മപുരാണവും അങ്ങനെ വന്ന് കൽക്കി അവതാരത്തിന് കൽക്കി പുരാണം വരെയുണ്ട്. ഇതിൽ ശ്രീരാമനെ പറ്റി പ്രതിപാദിക്കുന്ന രാമായണവും ബലരാമനെയും ശ്രീകൃഷ്ണനെയും പറ്റി പറയുന്ന ഹരിവംശവും മഹാഭാരതവും പുരാണങ്ങളല്ല, ഇതിഹാസങ്ങളാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ശ്രീബുദ്ധനെ പറ്റിയുള്ളൊരു പുരാണം നമ്മളുടെ ഹിന്ദുമതത്തിൽ ഇല്ല.
ശ്രീബുദ്ധൻ ദശാവതാരങ്ങളിൽ ഒരാളായിരുന്നുവെങ്കിൽ തീർച്ചയായും വേദവ്യാസൻ അദ്ദേഹത്തെപ്പറ്റി ഒരു പുരാണം എഴുതുമായിരുന്നു. ഇനി മൂന്നാമത്തെ തെളിവിനെ പറ്റി പറയുകയാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ എല്ലാ അവതാരങ്ങൾക്കും പൊതുവായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതായത് പ്രധാനമായും 3 ധർമ്മങ്ങളാണ് എല്ലാ അവതാരങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്: ഭക്തപരിപാലനം, ദുഷ്ടനിഗ്രഹം, ധർമ്മ സംസ്ഥാപനം. പക്ഷേ നമ്മൾ ശ്രീബുദ്ധന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം തികച്ചും വ്യത്യസ്തമായിരുന്നു. ശ്രീബുദ്ധൻ കൂടുതലായും സംസാരിച്ചത് മോക്ഷപ്രാപ്തിയെ പറ്റിയാണ്. ബുദ്ധിസത്തിൽ ഇതിനെ നിർവാണ എന്നാണ് പറയുന്നത്. അതായത് ജനനമരണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും എങ്ങനെ ശാശ്വതമായി മോചനം നേടാം എന്നതിനെക്കുറിച്ചാണ് ശ്രീബുദ്ധൻ കൂടുതലായും സംസാരിച്ചത്. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ശ്രീകൃഷ്ണനൊഴികെ മറ്റാരും തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഈ തെളിവുകളെല്ലാം തന്നെ കാണിക്കുന്നത് ബലരാമൻ ദശാവതാരങ്ങളിൽ ഒരാളാണ് എന്ന് തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ബലരാമൻ ദശാവതാരത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീബുദ്ധനെ നമ്മൾ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് കണക്കാക്കുന്നത്? ശ്രീബുദ്ധനെ പറ്റി ഹിന്ദു പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഉത്തരം ഒരു പുരാണത്തിലല്ല, പല പുരാണങ്ങളിലും ശ്രീബുദ്ധനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ പുരാണങ്ങളെല്ലാം എഴുതപ്പെട്ടത് ബുദ്ധന്റെ ജനനത്തിനും വളരെ മുമ്പാണ്. ഭാഗവതത്തിൽ ബുദ്ധനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. കലിയുഗത്തിന്റെ തുടക്കത്തിൽ ഈശ്വരവിശ്വാസികളെ എതിർക്കുന്നവരെ നേർവഴി കാണിക്കാൻ വേണ്ടി കീകടദേശത്ത് അഞ്ജനയുടെ പുത്രനായ ബുദ്ധനായി ഭഗവാൻ അവതരിക്കുമെന്നാണ്. ഭാഗവതത്തിനെ കൂടാതെ അഗ്നിപുരാണത്തിലും ഗരുഡപുരാണത്തിലും കൂർമ്മപുരാണത്തിലും ബുദ്ധനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ പുരാണങ്ങളിലെല്ലാം തന്നെ ബുദ്ധനെ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ബലരാമനും ശ്രീബുദ്ധനും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണെങ്കിൽ 11 അവതാരങ്ങളായില്ലേ, 10 അല്ലല്ലോ? അതിന്റെ ഉത്തരം ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുനനും ശ്രീകൃഷ്ണനും ഒരുപാട് മുൻജന്മങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അർജുനൻ അതെല്ലാം മറന്നുപോയിരിക്കുന്നുവെന്നും. ഈ കാര്യം ഹരിവംശത്തിലും വിഷ്ണുപുരാണത്തിലും ഭാഗവതത്തിലും ഭഗവാൻ ഒരുപാട് തവണ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭഗവാന് 10 അവതാരങ്ങൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് അവതാരങ്ങളുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 അവതാരങ്ങളെയാണ് നമ്മൾ ദശാവതാരങ്ങൾ എന്ന് വിളിക്കുന്നത്. മറ്റുള്ള അവതാരങ്ങളെ നമ്മൾ അംശാവതാരങ്ങൾ എന്നാണ് വിളിക്കാറ്. ധന്വന്തരി, ദത്താത്രേയൻ, നാരദൻ, വ്യാസൻ, നരനാരായണന്മാർ, സനൽകുമാരമുനികൾ ഇവരെല്ലാവരും ഭഗവാന്റെ അംശാവതാരങ്ങളാണ്. ഇവരെ പോലെ തന്നെ ശ്രീബുദ്ധനും ഭഗവാന്റെ അംശാവതാരം തന്നെയാണ്. അതുകൊണ്ട് ശ്രീബുദ്ധനെ മഹാവിഷ്ണുവിന്റെ അവതാരമായി ആരാധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അദ്ദേഹത്തെ ദശാവതാരങ്ങളിൽ ഒരാളായി കാണണോ എന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. അതെന്തു തന്നെയായാലും അദ്ദേഹം ആരാധനയ്ക്ക് അർഹനാണ്. മറ്റൊരു മതത്തിന്റെ സ്ഥാപകനല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒരാളല്ല അദ്ദേഹം. നമ്മൾ തീർച്ചയായും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഭഗവാന്റെ അംശാവതാരം തന്നെയാണ് ശ്രീബുദ്ധൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.